കാണുന്നുണ്ടോ? പറയാനുള്ളത് ഞാനാണ്. അങ്ങനെ ഇറ്റ്സ് എ ബ്രാൻഡ് ന്യൂ ഡേ. 30-ാം തീയതി പുലർച്ചെ 4 മണി 5 മണിയാകുമ്പോൾ പോകുന്നു. ഫാൻ ഷോ ഉണ്ട് 6 മണിക്ക്. തൃശ്ശൂർ പോകണം, ടിക്കറ്റ് കളക്ട് ചെയ്യണം. ദാറ്റ്സ് എ വിഷയമുണ്ട് കൂടെ. അവരോടെന്താ പറയാനുള്ളത് ചോദിക്കാം. മകനെ എന്താ പറയാനുള്ളേ? പലതും കാണുന്നുണ്ടോ? പറയാനുള്ളത് ഞാനാണ്. ഉറങ്ങാത്തോണ്ട് ആർക്കും ബോധമില്ല. ഓക്കെ ശരി, അപ്പോ വേഗം വണ്ടി എടുത്ത് പോട്ടെ. അങ്ങനെ നമ്മൾ തിയേറ്ററിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്പൈഡർമാൻമാരെ കാണാം. ഐ മീൻ വർക്ക്സ് ആക്ച്വലി. അവിടെ സ്പൈഡർമാരുണ്ടായിരുന്നല്ലോ ആ ഒരു ഗ്യാപ്പില്. എങ്ങാനും ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ നേരിട്ട് കണ്ട് സംസാരിക്കാം. മേച്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പാന്തറാ. എങ്ങാനും പടത്തിൽ ബ്ലാക്ക് പാന്തർ ഉണ്ടെങ്കിൽ എനിക്ക് ഇടി കിട്ടും പടം കഴിയുമ്പോൾ എന്ന് ഞാൻ ഉറപ്പിച്ചു. സമയം എപ്പോഴും 5:21. 6 ഷോ. ഇനിയും 40 മിനിറ്റ് ടൈമുണ്ട്. ടിക്കറ്റും കിട്ടിയിട്ടില്ല. സോ അവരവ എന്നാ പരിപാടി എന്തായിരിക്കും? ഇന്ന് ഹൾക്ക് വരും, സോറി ബ്ലാക്ക് പാന്തർ വരും. അപ്പൊ ഇടി ഉറപ്പ്. കാമിയോ ബ്ലാക്ക് പാന്തർ വരും. വക്കാണ്ട ഫോറെവർ. പക്ഷെ ഒരു DC ഫാൻ എന്ന നിലയ്ക്ക് എനിക്കൊന്നും പറയില്ല. കുഴപ്പമില്ലടാ. എത്ര തവണ റീബൂട്ടായി യൂണിവേഴ്സ്? ഞങ്ങളുടെ യൂണിവേഴ്സ് അടുത്ത ഒരു തവണ റീബൂട്ടായി വരും. നമുക്ക് മാർവല് മതി. നമുക്ക് മാർവല് മതി. ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. സൗണ്ട് ഒന്നും കിട്ടുന്നില്ല. മിക്കവാറും ഇപ്പൊ എല്ലാവരും നല്ല ഉറക്കപ്പിച്ചാല് നല്ല മാതിരി ചടച്ചിരിക്കുക. എന്തായാലും പടക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം എല്ലാ ഊർജവും പരിപാടി കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇവന്റിന്റെ. സോ എന്തായാലും എല്ലാം ഓരോന്നോരോന്ന് എടുത്ത് വയ്ക്കും. അങ്ങനത്തെ ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുക. ലുക്സ് ലൈക്ക് ഇന്നലെ ടിക്കറ്റ് വാങ്ങാൻ കുറേ പേരുടെ അടുത്തത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആരും ഒന്നും വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ടിക്കറ്റും കിട്ടി. അങ്ങനെ ടിക്കറ്റ് കിട്ടി 2. ഇനി നീ കൊണ്ടായി വീഡിയോ എടുക്കും. എന്താ പറയാ, എത്ര നാളത്തെ കാത്തിരിപ്പ്? എത്ര നാളത്തെ കാത്തിരിപ്പ്? 1 മാസത്തെ കാത്തിരിപ്പ്. അവനവിടെ ബ്ലോഗ് പരിപാടി വനത്തിന്റെ എന്റെ സാധനം വന്നെങ്കിൽ സെറ്റ് തന്നെയാണ്. അവന്റെ വനത്തിന്റെ വന്നില്ല, എന്റെ സ്പൈഡറിന്റെ വന്നില്ല, ഒന്നും വന്നില്ല. അങ്ങനെ ഞാനിന്ന് ബ്ലാക്ക് പാന്തർ അവന് ജിമ്മില് കണ്ടുവരിച്ചിട്ടില്ല. എന്താ അവന്റെ സ്റ്റോറേജ് ഫുള്ളായി. ടിക്കറ്റും കയ്യിലുണ്ട്. ആൾക്കാർ കയറി തുടങ്ങി. യൂഷ്വലി എക്സ്പെക്ട് ചെയ്തത്രയ്ക്ക് കോസ്പ്ലേസ് കോസ്പ്ലേസ് കുറവാണ്. ഈവൻ ദ കോമിക്കോൺ ഇവന്റ് ആയിട്ടും. ബട്ട് ഒരു മൈൽസ് മൊറാൽസ്, 1, 2, 3 നോർമൽ സ്പൈഡീസും ഒരു ലേഡി സ്പൈഡറും ഉണ്ട്. ഹൾക്ക് എവിടെ? പോരാ എല്ലാവരും നിന്നെ പോലെ നിർബന്ധമാണോ? ചെറുതായിട്ട് എല്ലാവരും കയറാനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും ഹൗസ്ഫുള്ളായിരിക്കില്ലേ മോനെ? ഹൗസ്ഫുള്ളാ. അപ്പോൾ എക്സ്പീരിയൻസ് സീനായിരിക്കും. ഐ ആം സർപ്രൈസ്ഡ് ടു സീ ഫാമിലീസ് ഈ ടൈമിലാണെന്നുണ്ടെങ്കിൽ. ഞാൻ വിചാരിച്ചത് സ്പൈഡർമാനെ ഇഷ്ടമുള്ളവർ കൊണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പനൊക്കെ സ്പൈഡർമാൻ്റെ ഫാനായിരുന്നു. അതെ.
പണ്ട് ഇതുമാരെ എന്നൊരു കമ്പ്യൂട്ടർ തരം എന്നൊരു അപ്പം ഇവിടെ ബോംബെയിൽ തന്നെ അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക മറ്റേ വലിയ ബിൽഡിങ്ങിന് വേണ്ടി പല വെട്ടി ചാടി കളിക്കായിരുന്നു അപ്പം അതല്ല വല വിടുക. I don't think Comic-Con shenanigans will be here right now. നോക്കാം. ഇതാണ് മാർവൽ ഫാൻസ് കേരള ഒരു ലോഗോ കൊടുക്കണ്ട. ഇവിടെ സ്പൈഡർമാൻ എല്ലാം അസംബിൾ ചെയ്തിട്ട് അവരൊക്കെ കേൾക്കാവോ? അടിപൊളി. അപ്പൊ നമ്മുടെ ഈ ബോർഡ് കാണുന്നില്ലേ? ഈ ബോർഡില് നമ്മളെല്ലാവരും പരമാവധി ഈ സ്പേസിൽ വൈറ്റ് സ്പേസ് ആയിരിക്കുന്ന എല്ലായിടത്തും ഞങ്ങളിപ്പോ മാർക്കർ തരും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും എഴുതുക. ജസ്റ്റ് പുട്ട് യുവർ സിഗ്നേച്ചർ ഔട്ട് ഹിയർ. നമ്മുടെ ഒരു മെമ്മറബിലി ആണ്. അപ്പോ when we leave this place, this is going to be the memory that we were in Spider-Man brand new day. Okay? Okay guys, നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് അടിക്കാനുള്ളത് എന്തെങ്കിലും അടിക്കാനുള്ളത് ഐറ്റംസ് എടുത്ത് വെച്ചില്ലെങ്കിൽ നോക്കാം. നല്ലൊരു കിഡ് പോസ്റ്റേഴ്സും അതിൻ്റെ ഒരു നല്ല 2 പോസ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. എടുത്ത് വെച്ചില്ലെങ്കിൽ അത് നാശാക്കും. എല്ലാവരും കയറി നമുക്ക് എന്തായാലും തിയേറ്ററിൽ കയറാം. One eternity later. അങ്ങനെ പടവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മാർവൽ ഫാൻസിനുള്ള ഫീസ്റ്റ്. DC വരും, ഞങ്ങൾ DC-കാരുടെ വരും. DC അങ്ങനെ പടം കഴിഞ്ഞതേ ഇറങ്ങി. ബാക്കി റിവ്യൂ ബാക്കി ഇവിടെ നിന്ന് നീങ്ങിയിട്ട് പറയാം. അതാ നല്ലത്. അത് ഇവിടെ നിന്ന് നീങ്ങാൻ നോക്കട്ടെ. ഇറ്റ്സ് വേ ടു ക്രൗഡഡ് ആൻഡ് ഒന്നും കേൾക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു. ഇനി അവസാനം പടത്തിന്റെ റിവ്യൂ പറയാൻ വിട്ടുപോയി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതേടയിൽ കുത്തിക്കേറ്റാ നമുക്ക്. പടം എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമേ? പടം ഈ മാർവലിന്ന് ഈ അടുത്ത് വന്നത് നല്ല പടം. അതായത് ഒരു തിയേറ്ററിൽ പോയി കൈയടിച്ച് വിസിലടിച്ച് അർമാദിക്കാനുള്ളൊരു പടമായിട്ട് കരുതാം. അത് ന്യായം. ലൈക്ക് നല്ലൊരു എന്റർടൈനറാ. ഇങ്ങനത്തെ ഒരു മാർവലിന്റെ പടം കണ്ടിട്ട് കുറച്ചധികം നാളായി, ടു ബി ഓണസ്റ്റ്.
നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ പടം ഏതായിരുന്നടാ? മറ്റേ ഫാന്റാസ്റ്റിക് ഫോർ അല്ലേ? ഫാന്റാസ്റ്റിക് ഫോറിനകത്ത് പോലും ഇത്രയ്ക്കൊരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയ്ക്കൊരു അറിയാലോ സ്പൈഡർമാൻ ആന്ന്. അതുകൊണ്ട് മാത്രം നല്ല ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് ഉണ്ട്. ഇമോഷൻസ് നല്ല രീതിയിലുണ്ട്. അതായത് ലിറ്ററലി ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർവലിനെ താങ്ങി നിർത്തിയത് അന്നും ഇന്നും സ്പൈഡർമാനാ. കാരണം മാർവലിന്റെ ആദ്യത്തെ പടം വരുന്ന സ്പൈഡർമാനാ. പിന്നെ എന്താ പറയാ, ഒരു ഡൗൺഫാൾ ആയി കിടക്കുന്ന മാർവലിനെ വീണ്ടും റീബൂട്ട് ചെയ്ത് കൊണ്ടുവന്നത് നോവേ ഫ്രം ഹോമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ അതില് വെബ് സീരീസ് കാര്യങ്ങളൊക്കെ വന്നതിൽ തന്നെ അത്ര തന്നെ അല്ല, അവിടെ മൂൺലൈറ്റ് മാത്രമാണ് കുറച്ചുകൂടി നൈസ് ചെയ്തത്. സോ MC ഫോളോ ചെയ്യണവർക്ക് നൈസ് ഒരു പടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി പടം. നമ്മള് ഈ സോഷ്യൽ മീഡിയ കുറെ ആൾക്കാർ ഫ്ലഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അത് കോമിക്കിലത്തെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, ബട്ട് ഇറക്ക് ബട്ട് കോമിക് അത് നമ്മളത് മൊത്തം അത് കിട്ടുമെന്ന് വിചാരിച്ച് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഇതില് ഞാനൊരു മെയിൻ ഒരു കാര്യം പറയാം. കാരണം ഫാൻ തിയറി കേൾക്കാണ്ട് നിൽക്കുക. അപ്പൊ ഞാനൊരു ഫാൻ തിയറി കേൾക്കണമെന്ന് വെച്ചാൽ, കാരണം ഞാൻ കേൾക്കുന്നത് എന്താ പറയുക, എനിക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രം കേൾക്കണായിട്ട് കയറിയാ. പക്ഷെ അത് ഞാൻ ഒരാളെ തലയിൽ ഞാൻ ഇൻജക്ട് ചെയ്തേക്കില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും ഇവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് പോയി. അതല്ലാണ്ട് ഞാൻ പോയിട്ട് വേറെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ട് ഞാൻ എന്താ ഇവനെ വിളിച്ചിരുത്ത് ഞാൻ പറയാടാ ഇപ്പൊ അതിലർത്ഥത്തിലാണെങ്കിൽ പോകും. അത് ശരിയാ, അതാ പറഞ്ഞ. സോ ബേസിക്കലി നല്ലൊരു മൂവി. മാർവൽ ഫാൻസ് ആണ്, സ്പൈഡർമാനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ക്രീൻ സൈസ് ഉള്ള സ്ക്രീനിൽ പോയി കണ്ടോളൂ. വിഷ്വൽസ് ഒക്കെ ഒരു രക്ഷയില്ല. ഈവൻ 3D വരെ നല്ല 3D. പിന്നെ നമുക്ക് തിയേറ്ററിലത്തെ 3D തന്നെ, പ്രത്യേകിച്ച് ജോസഫ് പുതുക്കി പണ്ടത്തെ സെറ്റ് ഇതുണ്ട്. ജോസിലെ 3D നൈസ് ആയിരുന്നു. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെലാക്സിലത്തെ PXL അല്ലല്ലോ, അത് PVRന്റെ PXL എപ്പിക് അങ്ങനത്തെ ഐറ്റത്തിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു കിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല എക്സ്പീരിയൻസാ, നല്ല വിഷ്വൽസാ, കിഡുമാണ്, പോയി കാണുക. സ്റ്റണ്ടാണ് മെയിൻ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മുടെ ടോബി മെഗ്വയറിന്റെ ഒരു സ്പൈഡർമാനും ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാനും മിക്സിയിലിട്ട് അടിച്ചൊന്നൊരു മറ്റേ കുലിക്ക് സർവ്വത് പോലെ ഉണ്ട് കൂട്ടിമുട്ടി. അതായത് സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ബ്ലോൺ പാക്കേജ് എന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പടത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക് പേഴ്സണലി. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായം പറ. ബാക്കി ഡേ ബ്ലോഗ് കണ്ടിന്യൂ ആവട്ടെ, നടക്കട്ടെ. ഉറങ്ങണം.